ഹായ് എവ്രിവൺ. കാൽസ്യം നമ്മുടെ ശരീരത്ത് കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും നമുക്ക് നോക്കാം. കാൽസ്യം നമ്മുടെ ശരീരത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ അമിതമായിട്ട് ക്ഷീണം ഉണ്ടാവുന്നുണ്ട്, അതുപോലെ ഒരു ഉന്മേഷക്കുറവ്, മസിൽ ക്രാംസ് ഉണ്ടാവുക, ജോയിന്റ്സിനെല്ലാം നീർക്കെട്ടും വേദനയും ഉണ്ടാവുക, കോൺസ്റ്റിപ്പേഷൻ വരിക, ഉറക്കക്കുറവ് വരിക, ഓർമ്മക്കുറവ് വരിക, നമ്മുടെ ബിപിക്കും അതുപോലെ ഹൃദയത്തിന്റെ മിടിപ്പിനെല്ലാം ഒരു വേരിയേഷൻ സംഭവിക്കുക, പല്ലുകൾ പെട്ടെന്ന് കേടാവുക, നഖങ്ങളെല്ലാം പൊട്ടുക, വിണ്ട് കീറുക. പിന്നെ ഇതിന്റെ ഫെർദർ കോംപ്ലിക്കേഷൻസിൽ ഓസ്റ്റിയോപോറോസിസ് എന്നൊരു കണ്ടീഷൻ, അതായത് നമ്മുടെ എല്ലുകളുടെ ബലം നഷ്ടപ്പെട്ട് പെട്ടെന്ന് ഫ്രാക്ചർ സംഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നു. ഇത് നോർമലി നമുക്കൊരു പേഴ്സണ് ഒരു 1000 mg പെർ ഡേയിൽ നമുക്ക് കാൽസ്യത്തിന്റെ അത്യാവശ്യമുണ്ട്. കാൽസ്യം ഡെഫിഷ്യൻസി കണ്ടുവരുന്നത് കൂടുതലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയിൽ കാണപ്പെടുന്നുണ്ട്. തൈറോയ്ഡ് മെറ്റബോളിസം പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്, അതുപോലെ PCOD, അതുപോലെ തന്നെ മെനോപോസ് പോലുള്ള കണ്ടീഷൻസിൽ കണ്ടുവരുന്നുണ്ട്. അതുപോലെ അമിതമായിട്ട് സോഡിയം കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, കഫൈൻ, കോള പോലെയുള്ള ഫുഡ് ധാരാളം കഴിക്കുന്നതുകൊണ്ടും ഇത്തരം പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട്. സോ കാൽസ്യം പ്രോപ്പറായിട്ട് നമുക്ക് ലഭിക്കാനായിട്ട് ആഹാരത്തിൽ പ്രത്യേകിച്ച് പാലിന്റെ ഉൽപ്പന്നങ്ങൾ ലൈക്ക് ചീസ്, വെണ്ണ, അതുപോലെ തന്നെ ബട്ടർ, യോഗട്ട്, പനീർ എന്നിവ ആഡ് ചെയ്യുക. അതുപോലെ ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഏത്തപ്പഴം പോലവ കഴിക്കുന്നത് നല്ലതാണ്, എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഇത് കൂടാതെ തന്നെ നല്ലൊരു ഡോക്ടറിനെ കണ്ടിട്ട് കാൽസ്യം സപ്ലിമെന്റും അതുപോലെ വൈറ്റമിൻ ഡി സപ്ലിമെന്റും കഴിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. സോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക് യു.